എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ദിയ കൃഷ്ണൻ്റെയും അവിടെ ജോലി ചെയ്തിരുന്ന 3 സ്റ്റാഫിൻ്റെയും പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇതിനകത്ത് ദിയയുടെ ഭാഗത്താണ് കൂടുതൽ ശരി എന്ന രീതിയിൽ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ വളരെ ചുരുക്കി പറയാം. അതായത് ദിയ കൃഷ്ണന് ഓബൈയോസി എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ഷോപ്പിലെ 3 സ്റ്റാഫ്, ഈ സ്റ്റാഫ് ദിയ കൃഷ്ണനെ 69 ലക്ഷം രൂപ പറ്റിച്ചു എന്നൊരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റാഫ് മറുപടിയായിട്ട് വന്നിട്ട് ദിയ ടാക്സ് വെട്ടിക്കാനായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ ഇവര് അപമാനിച്ചു. കാരണം ഇവർ BJP ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണ്, അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആളുകളെ ഇവർ അപമാനിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുത്തി. അതോടൊപ്പം തന്നെ ജാതിപരമായ അധിക്ഷേപങ്ങൾ നടത്തിയെന്നും പറയുകയുണ്ടായി. ഇപ്പോൾ ഇതിനെ തുടർന്നിട്ട് ദിയ പറയുന്ന സാധനങ്ങളാണ് കൂടുതൽ ശരി. അപ്പം ഞാൻ ഇതിപ്പോൾ 3ാമത്തെ വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോയിലും 2ാമത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞത് 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ടെന്നാണ്. അതിന് ഞാൻ പിന്നോട്ട് പോകുന്നില്ല. പക്ഷേ തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറയുന്ന പോലെ കുറച്ച് ശരി കൂടുതലുള്ളത് ദിയയുടെ ഭാഗത്താണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഏതായാലും പുറത്തു വന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ചേച്ചി അത് നേരത്തെ ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞില്ലേ? നിങ്ങളോട് നിങ്ങൾ സത്യം പറയില്ല. നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങളെ കാട്ടാറ സൈഡ് എനിക്കുണ്ട്. അത് കാണിപ്പിച്ചു. നിങ്ങളെ കാട്ടാറ സൈഡ് എനിക്കുണ്ട്. ഇത് ഇവരുടെ ഫേസ് കാണുമ്പോഴത്തേനും ഇത് ഈ ഫോൺ കോൾ സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുള്ള ഈ കുട്ടികളാണ് മോഷണം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്നത് ഏറെക്കുറെ നമുക്ക് കൺഫേം ആവുന്നുണ്ട്. എന്തോ ഒരു തിരിമറി ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ മുഖഭാവം കാണുമ്പോഴത്തേനും ഇവരുടെ സൈഡിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇതിന് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ കേണപേക്ഷിച്ചു, ഇവർ പെട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവരുടെ മുഖഭാവം കാണുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷം ഇവർ പെട്ടു എന്ന് മനസ്സിലാവുന്നു, ഇവർ പുറത്തിറങ്ങുന്നു, വക്കീലിനെ പോയി കാണുന്നു, ആട്ടപ്പടല വക്കീല് രാത്രി ഇരുന്ന് ട്യൂഷൻ ക്ലാസ് എടുക്കുന്നു, എംപോസിഷൻ കൊടുക്കുന്നു, അഡാറായിട്ട് പുറത്തിറങ്ങുന്നു എന്ന രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. അത് മുന്നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ ഓൾറെഡി സമ്മതിക്കുന്നുണ്ട് ഇവരെടുത്തെന്നുള്ള കാര്യം. ആ പുള്ളിക്കാരുടെ ഒരു ആവശ്യം നോക്ക്, എനിക്ക് കേൾക്കാൻ വയ്യ, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാന്ന് പറ. പേടിപ്പിക്കുക, ഭീഷണി ഒരു സ്ഥലം. പക്ഷേ ഇത് ഇങ്ങനൊന്നല്ല കേട്ടോ. ഈ കൃഷ്ണകുമാറിന്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ ഇവർ പ്രതികരിച്ചുകൊണ്ടിരുന്നേ. ഇപ്പോൾ പല ചിന്തകൾ തലയിൽ കൂടെ പോകുന്നുണ്ട്, എങ്ങനെ ഇത് നൂരാവെന്നുള്ള നോക്കാണ്. പക്ഷെ 69 ലക്ഷം രൂപ അടിച്ചു മാറ്റി എന്നൊരു കോൺസെപ്റ്റ് ഞാൻ ചിന്തിക്കുന്നില്ല. ഇവർ അത്യാവശ്യം നല്ല എമൗണ്ട് അടിച്ചിട്ടുണ്ടാവും. പക്ഷെ 69 ലക്ഷം വരെ പോയെന്നറിയില്ല. കാരണം ഒരു വർഷം കൊണ്ടാണ് ഇത്ര വലിയ മോഷണം നടത്തിയെന്നാണ് പറയുന്നത്. ഒരു വർഷം കൊണ്ട് DS നിരന്തരമായി സ്റ്റോക്ക് എടുക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് എല്ലാം സോൾഡ് ഔട്ട് ആയെന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പണം എവിടെ എന്നൊരു ചോദ്യം വരത്തില്ലേ? അപ്പോൾ അത്രയും വലിയൊരു എമൗണ്ട് ആയിരിക്കത്തില്ല. അത്യാവശ്യം നല്ലൊരു തിരിമറി നടത്തി. അത് ദിയ കയ്യോടെ തൂക്കി, ദിയ പൈസ മേടിച്ച് ഒതുക്കി തീർക്കാൻ നോക്കി. പക്ഷേ ഇവർ ആ പൈസ 4 വഴിക്ക് ചിലവാക്കി കൊടുത്തു. സോഷ്യൽ മീഡിയയിൽ എൻ്റെ പേര് നശിപ്പിക്കുന്നു പറഞ്ഞു തുടങ്ങി ഇവർ 8,70,000 രൂപ അങ്ങ് കൊടുത്തു. വളരെ കൺവിൻസിങ് ആയിട്ടുള്ള സ്റ്റോറിയല്ലേ? വളരെ നല്ല കാര്യം. അപ്പോൾ 8 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ അതിന് മുകളിലുള്ളൊരു എമൗണ്ട് ഇവർ തൂക്കിയിട്ടുണ്ട്. ബാലൻസ് എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണകുമാറും ദിയയും കൂടെ ഈ കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-നകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരാള് 50-നകത്ത് വെച്ചിട്ട് ഞങ്ങൾ ഷെയർ ചെയ്തെടുത്തിട്ടുണ്ടെന്ന് അതല്ലേ ചേച്ചി പറയുന്നത്? 50 ലക്ഷം ആയിരിക്കത്തില്ലല്ലേ, 50,000 ആയിരിക്കും വെച്ച് ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് ഇവർ സമ്മതിച്ചു. അപ്പോൾ ഒരാൾ 50,000 വെച്ചിട്ട് ബെയർ മിനിമം ഇവർ മോഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ വീഡിയോ മൊത്തം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ മോഷ്ടിച്ചതല്ല, ഇവർ സ്റ്റോക്ക്, അതായത് ദിയ എടുത്തിട്ട് വന്ന സ്റ്റോക്ക് ഇവർ മറിച്ച് വിറ്റു. ഇതാണ് സംഭവം. ഇതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള സംഭവം എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതിനകത്ത് ദിയ ഇവർ അറഞ്ചം പുറച്ചും പറയുന്നുണ്ട്. ഒരിക്കലും ദിയ തെറ്റ് പറയാൻ പറ്റത്തില്ല. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കി, അവർ പടുത്തുയർത്തിയ ബിസിനസ്സിൽ അവരുടെ കാശാണ് അടിച്ചു മാറ്റാൻ ശ്രമിച്ചത്. പക്ഷേ ദിയയുടെ ഭാഗത്ത് എന്തോ തെറ്റുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ദിയ പറയുന്നുണ്ടായിരുന്നു, ഇവർ സെറ്റിൽമെൻറ്റിന് വിളിച്ചപ്പോഴത്തേനും എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറയും. നിങ്ങളുള്ള മതിയെന്നായി, എനിക്ക് നിങ്ങളുള്ള പൈസ തന്ന് സെറ്റിൽ ചെയ്തേക്കാൻ പറഞ്ഞു. 60 ലക്ഷം പോയ ഒരാൾ അത്രയ്ക്ക് ഈസി ആയിട്ട് തന്നെ കാണുമോ? കൃഷ്ണകുമാറും പറയുന്നത് കേട്ടു, എന്തെങ്കിലും തന്ന് സെറ്റിൽ ചെയ്യടേ എന്ന് പറഞ്ഞു. പണം അത്രയും രൂപ അവരുടെ സൈഡിൽ എന്തോ പ്രശ്നമുണ്ട്, ഇവരുടെ സൈഡിൽ എന്തോ പ്രശ്നമുണ്ട്. അവരുടെ സൈഡിലെ പ്രശ്നം എന്തോ നമുക്കറിയത്തില്ല. ഇവരുടെ സൈഡിലെ പ്രശ്നം ഇവർ മോഷ്ടിച്ചു, അതാണ് പ്രശ്നം. മോഷ്ടിച്ചോ തിരിമറി നടത്തി.
തിരുമറ നടത്തി പൈസ കൊണ്ടുപോയി കേട്ടോ. കിട്ടിക്കൊണ്ടുവന്ന് ഇത് മാത്രമുണ്ട് 55,000. അതല്ലാതെ 1000 വേറെ ഇനി വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ചാവയോ നിങ്ങൾ മുമ്പയോ നിങ്ങൾ ഓക്കെ, അതായത് 55,000 രൂപയുടെ ഏതോ ഒരു സ്ക്രീൻഷോട്ട് ഡിയുടെ കിട്ടി. ആ സ്ക്രീൻഷോട്ട് ഇവർ തന്നിട്ടില്ല. അപ്പോൾ 55,000 രൂപ അവിടെ മോഷ്ടിച്ചെന്ന് മനസ്സിലായി. ഇനി വേറെ സ്ക്രീൻഷോട്ടുകൾ വരാനുണ്ട്, അപ്പോൾ എമൗണ്ട് ആഡ് ചെയ്യും. അപ്പോൾ അതായത് ദിയയ്ക്ക് തന്നെ ക്ലിയർ ഇല്ല എത്ര എമൗണ്ട് പോയിട്ടുണ്ടെന്ന്. ഇത് അറിയാനായിട്ടായിരിക്കണം ദിയ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിലെല്ലാം സ്ക്രീൻഷോട്ട് മറ്റേ ഇതുപോലെ കസ്റ്റമേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരുന്നത് വേറെ ഏതെങ്കിലും സ്റ്റാഫിന്റെ പേരിൽ പണം വാങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ആയിരിക്കാം. എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട. നിങ്ങളുടെ 3 പേരുടെ ജീവിതം ജീവനോട് നിങ്ങളുണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഗർഭിണി എന്നെ കുറച്ച് തീർന്നു. അതിന് ഉച്ചവരെ മനസ്സിലായില്ലേ? ഇന്ന് ഉച്ചവരെയുള്ളൂ എനിക്കത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ദിയ എന്തോ ഇങ്ങനെ പറയുന്നു. കാശ് പോയ ആക്കറിയതിന്റെ വിഷമം. നമ്മുടെ പൈസ പോയെങ്കിൽ നമ്മൾ ക്ഷമിക്കുവോ? അവരുടെ പൈസ പോയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 55,000 രൂപ പോയിട്ടുണ്ട്. അവർ ക്ഷമിക്കൂ? അവരൊരു ബിസിനസ് ഓണറാണ്. അവർ ലാഭം ഉണ്ടാക്കാനായിട്ട് അവരൊരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്തു. സ്റ്റാഫിനെ ഭയങ്കരമായിട്ട് വിശ്വസിച്ചു. അവർ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഈ സ്റ്റാഫിനെ ഓവറായിട്ട് വിശ്വസിച്ചു. സ്റ്റാഫ് നൈസിനെ തേച്ചു. നല്ല ആത്മാർത്ഥതയുള്ള സ്റ്റാഫുകൾ. ഇവരുടെ ജോലി പോയി. ഇവർക്ക് എത്രയും പെട്ടെന്ന് അടുത്തൊരു സ്ഥാപനത്തിൽ ജോലി വേണം. ഏതെങ്കിലും നല്ല ജ്വല്ലറി ഓണേഴ്സ് ഒക്കെ ഉണ്ട്, ഇവരെ ജോലിക്ക് എടുത്തോട്ടോ. നല്ല സത്യസന്ധതയുള്ള സ്റ്റാഫാണ്. ഇതെന്നെ പറ്റിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നതിന് ഇവർ യാതൊരു വിധത്തിൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നില്ല. ഇവരെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവര് എന്തെല്ലോ പറ്റിച്ച്. അത് പൈസയാണെന്ന് 55,000 രൂപ പറ്റിച്ചത് നിലവിൽ പിടിച്ചു. ഇനി മുകളിലേക്ക് എത്ര രൂപ എന്നുള്ളതാണ്. 69 അത് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. ആ പുള്ളിക്കാരുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലേ, കാണാമല്ലോ. ആ ഒരു മൈൻഡ് സെറ്റാണ് അവര്. കള്ളൻ അഥവാ കള്ളി തിരിമറി നടത്തി നമ്മളെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് എടുക്കുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ സ്ഥാപനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് എടുക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ആ സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന് നമ്മൾ ലാഭം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഇത്ര രൂപയ്ക്ക് ഞാൻ മാസം പണിയെടുത്തോളാം എന്നുള്ള എഗ്രിമെന്റിൽ നമ്മൾ അവിടെ ജോലിക്ക് കയറുന്നത്. സത്യസന്ധമായിട്ട് പണി ചെയ്യുക. അപ്പം ആരായാലും തിരിമറികൾ നടത്താതിരിക്കുക. നിങ്ങളുടെ ഓണർ അയാൾ ഹറാസിംഗ് ആണ്, നിങ്ങൾ ഇട്ടിട്ട് പോവുക. നിങ്ങളുടെ ഓണർ നിങ്ങൾക്ക് പണം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാൾക്ക് വേണ്ടി പണിയെടുക്കുക, അയാളുടെ ലാഭത്തിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമിക കർത്തവ്യം. ഇതുപോലെ പോകല്ലെന്ന് അർത്ഥം. സോറി ചേച്ചി. തിരുവനന്തപുരം. അതായത് ഇവര് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെന്തിനു സോറി ചേച്ചി പറയണം? എന്തുകൊണ്ട് ദിയ ഇത്രയും ചീത്ത വിളിക്കുന്നത് ഇവർ കേട്ടോണ്ടിരിക്കണം? അപ്പൊ ഇവരുടെ സൈഡിൽ പ്രശ്നമുണ്ട്. ഇവരുടെ സൈഡിൽ പ്രശ്നം ഉണ്ടെന്ന് 100-150% ഉറപ്പായി. പക്ഷേ ഈ 60 ലക്ഷമാണോ ഇവരുടേതെന്നുള്ളത് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ദിയ ജാതീയപരമായ അധിക്ഷേപം നടത്തിയെന്നുള്ളത് തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ വലിയ അലിഗേഷൻ ആട്ടോ പറയുന്നത്. പിന്നെ ഒരു നിലവിലെ ഭരണപക്ഷിയെ മോശമായിട്ട് ചിത്രീകരിച്ചു. ഇതൊക്കെ സപ്പോർട്ട് കിട്ടാനുള്ള സുനാപ്പിയാണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നതിനകത്ത് ഈ 3 സ്റ്റാഫ് പറയുന്നതിനകത്ത് ഒരുപാട് മിസ്കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ദിയ പറയുന്നത് പൂർണ്ണമായിട്ട് ശരിയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അവരുടെ 69ന്റെ കഥയോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഉള്ളത് തന്നോട്ടെ, അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തോ ഒരു തിരിമറി ദിയയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ പറയുന്നത് പോലെ പലയിടത്തായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ എന്തിന് 8.5 ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കണം? അത് എനിക്ക് ഇതും വരെ മനസ്സിലായിട്ടില്ല. ഇവര് പറയുന്നത് സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിക്കാതിരിക്കാൻ ദിയ ചോദിച്ചെന്ന്. നിങ്ങളുടെ സൈഡിൽ തെറ്റൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് തെറ്റൊന്നുമില്ല. പിന്നെ ആര് സോഷ്യൽ മീഡിയ ഇട്ട് നിങ്ങൾ ആരെ പേടിക്കാൻ? അപ്പൊ ഇവരുടെ സൈഡിൽ എന്ത് പ്രശ്നമുണ്ട്? 8.5 ലക്ഷം കൊടുത്ത് ഇവര് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ പഠിച്ചു. നിങ്ങൾക്ക് ലോകത്തെവിടെയും പോകാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും. മനസ്സിലായല്ലോ? ലൈഫിൽ നിങ്ങൾ വാട്സാപ്പിൽ ഈ പ്രൊഫൈൽ പിക്ചർ ഇടൂല. അത് ഇന്ന് നിങ്ങൾ നിർത്തും. ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിംഗ് ആണ്. ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിച്ചു. മനസ്സിലായല്ലോ? നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി ഞാൻ പറഞ്ഞു. ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ മിസ്റ്റേക്സ് കാണിക്കല്ലേ, പ്ലീസ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ കോമഡി പറഞ്ഞു നോക്കി. നിങ്ങൾ അനിയത്തിമാരെ കൂടെ കണ്ടു നോക്കി. ഞാൻ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി.
പറ ദിവ്യ, ഇതെന്താ ഞാൻ ചെയ്തിട്ട് എന്നോട് നിങ്ങൾ ചെയ്ത് എന്താണ്? നിങ്ങൾ എന്താ എന്നോട് ചെയ്ത്? പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ, ഇപ്പൊ ജിദ്ദയ്ക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ, അവരെനിക്ക് തൊഴിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം അവർക്ക് എനിക്ക് തരുന്നുള്ള വിശ്വാസത്തിലാണ് ഈ പൈസ തന്നിരിക്കുന്നത്. ദിയ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ സഹായിക്കണം, അല്ലെ നിങ്ങളായാലും ഈ സ്റ്റാഫിനെ അയച്ചു കൊടുത്തത് നിങ്ങളെ കബളിപ്പിക്കപ്പെട്ടു, നിങ്ങളൊരു സ്കാമായി, എന്നെ സഹായിക്കണം താല്പര്യമുള്ളവരെല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലൈൻറ്റ് അയക്കണമെന്ന് പറഞ്ഞ് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു കസ്റ്റമർ തയ്യാറായിട്ടുണ്ട്. ആ കസ്റ്റമറിൻ്റെ 55,000 രൂപയാണ് അല്ലാരി ഗോവിന്ദ് അടിച്ചിട്ടുള്ളത് കേട്ടോ. അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ്. അതിന്റെ അച്ഛൻ എടുത്ത സ്റ്റോക്കാണോ ദിവ്യ? അത് അതിന്റെ അച്ഛൻ മൈസൂരിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത്? നേഴ്സായിട്ട് തന്തയ്ക്ക് വിളിച്ചു. ഇതാണ് സംഭവം, മനസ്സിലായല്ലോ. അതായത് ദിയ എടുത്ത് വെച്ച സ്റ്റോക്ക് ദിയ അറിയാതെ ആ സ്റ്റോക്ക് എടുത്ത് മറിച്ച് വേറെ ആൾക്കണ്ട് വിറ്റ് 55,000 രൂപ ഉണ്ടാക്കി. ദിയ ചെപ്പിച്ചപ്പോഴത്തേന് ആ സ്റ്റോക്ക് പോയെന്ന് ഇവർ പറഞ്ഞു. പക്ഷെ ആ സ്റ്റോക്ക് കിട്ടേണ്ട കസ്റ്റമറിന് കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ലാസ്റ്റ് പറഞ്ഞ സാധനം മാത്രം വ്യക്തമായിട്ടില്ല. ഏതായാലും ഒരു കസ്റ്റമറിന് കിട്ടേണ്ട സ്റ്റോക്ക് എടുത്ത് മറിച്ചു, അത് ആ കസ്റ്റമർ തൂക്കി. അല്ല, പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത്? അത് ആരോട് ചോദിച്ചിട്ട് തിരികെ വിറ്റു? 55,000 രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു? എന്നോട് ചോദിച്ചോ? അശ്വിനോട് ചോദിച്ചോ? ആരോട് ചോദിച്ചു? പറ. ഇത്രയും നേരം അശ്വിൻ സത്യം പറയാന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചോണ്ടിരുന്നേ? ഈ ദിവ്യയാണ് ഇതിനകത്ത് മെയിൻ ആള്. ദിവ്യയോടാണ് ചോദ്യം മൊത്തം ചോദിക്കുന്നത്. ദിവ്യേനെയാണ് കണ്ണടച്ച് വിശ്വസിച്ചത്. ദിവ്യേനോടാണ് ദിയക്ക് ഏറ്റവും കൂടുതൽ കലിപ്പും. മാന്യമായിട്ടാണോ ദിവ്യ ചോദിച്ചോണ്ടിരുന്നേ? ചേച്ചി അതല്ലേ ചേച്ചി പറഞ്ഞത് 50-നകത്ത് ഒരാൾ വെച്ച് എടുത്തിട്ടുണ്ടെന്ന്. 50-നകത്ത് വെച്ച് ഒരാൾ എടുത്തിട്ടുണ്ട്. ഡെയർ മിനിമമേ പറയത്തുള്ളൂ. ഇവര് പിടിച്ച കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 10-12 ലക്ഷം രൂപ തൂക്കിയിട്ടുണ്ടാവും അല്ലേ? എന്നാലല്ലേ 8 ലക്ഷം കൊടുത്ത് ബാക്കിക്ക് വേണ്ടിയിട്ടാണ് സീൻ ഉണ്ടാക്കുന്നത്. 60 ലക്ഷം നോട്ട് കൺവിൻസ്ഡ്. അത്രയും പോയിട്ട് ദിയ അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നീ ഇനി 50-നകത്ത് പറഞ്ഞ വിവരം അറിയും. പൊന്നാരം മോളെ, നീ വിവരം അറിയും. മനസ്സിലായില്ലേ? നീ ഉണ്ടല്ലോ ഈ കോളത്തിൽ റെക്കോർഡ് ചെയ്യോ എന്ത് കുന്തം ചെയ്ത് പുറത്തു വിട്ടാൽ എനിക്ക് പ്രശ്നമല്ല. മനസ്സിലായില്ലേ? കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ കൂടുതൽ തെളിവാ. മനസ്സിലായില്ലേ? മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു. ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ സംഭവം കേട്ടോ. ഇവര് പ്രഗ്നന്റ് ആണ്. ഇവര് ആ ഒരു ഡെലിവറിയോട് അടുത്തോണ്ടിരിക്കുന്ന സമയമാണ്. ഇവർക്ക് കിട്ടിയ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതായത് ഷോപ്പിൽ ഒരു മോഷണം പോലെ അല്ലെങ്കിൽ ഒരു തിരിമറി നടത്തുന്നു. ഇവർ സമ്പാദിച്ചുണ്ടാക്കിയ, ഇവർ സേവ് ചെയ്യേണ്ട, ഇവരുടെ മക്കൾ അനുഭവിക്കേണ്ട, ഇവരനുഭവിക്കേണ്ട പണം വളരെ നല്ല രീതിയിൽ സ്കാം ആയിട്ട് പോകുന്നു. അത്രയും പണം നഷ്ടപ്പെട്ടതിന്റെ വിഷമം, അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ ആയിട്ട് അലയുന്നതിന്റെ ഒരു വിഷമം, അല്ല കോടതിയല്ലോ വക്കീലൊക്കെ ആയിട്ട് അലയുന്നതിന്റെ ഒരു പ്രശ്നം, അതോടൊപ്പം തന്നെ ഓരോ ചാനലുകളും പോയിട്ട് ഇവരുടെ അടുത്ത് ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മാനസിക സമ്മർദ്ദം വളരെ വലുതാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരാൾ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴത്തേനും അയാളുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷമായാലും ദുഃഖമായാലും വേദനയായാലും ഈ കൊച്ചിനെ അഫക്റ്റ് ചെയ്യും. സോ മനസാക്ഷിയില്ലാത്ത 3 സ്റ്റാഫ് ചെയ്തതാ. സ്റ്റാഫിനെ നമ്മൾ തന്നെ അപ്പോയിന്റ് ചെയ്തേ. നല്ല സ്റ്റാഫാ. എവിടെ പോയാലും രക്ഷപ്പെട്ടോളൂ ഇവര്. ഞാൻ ഹോസ്പിറ്റലൈസ് നിങ്ങളെ കാരണം നിങ്ങളെ കാരണം മനസ്സിലായില്ലേ? ഞാൻ എല്ലാത്തിനും നിങ്ങളെ പ്രത്യേകിച്ച് ദിവ്യ ഇത്ര നേരം നമ്മൾ ചോദിച്ചിട്ടും ഇതിലൊരൊറ്റ സ്ക്രീൻഷോട്ട് നീ എനിക്ക് അയച്ചതിലൂടെ പ്രത്യേകിച്ച് ദിവ്യ. അപ്പം അതായത് ഇവരുടെ സ്ക്രീൻഷോട്ട് കിട്ടി, ആ സ്ക്രീൻഷോട്ട് ഇവർ അയച്ചു കൊടുത്തില്ല. ദിയയുടെ സ്ക്രീൻഷോട്ട് കിട്ടി, ആ സ്ക്രീൻഷോട്ട് ഈ സ്റ്റാഫ് അയച്ചു കൊടുത്തില്ല. ദിവ്യയോടാണ് ഏറ്റവും കൂടുതൽ അലിപ്പ്. ദിവ്യനെ ആയിരിക്കും ഒരുപാട് വിശ്വസിച്ചത്, ദിവ്യനെ ആയിരിക്കും എല്ലാം ഏൽപ്പിച്ചത്. ദിവ്യ അടിച്ച് നൈസിന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബേസിക് സംഭവം. ഏതായാലും ഇത് ഈ വിഷയങ്ങളൊക്കെ കാണുമ്പോഴത്തേനും കൂടുതൽ ന്യായം ദിയയുടെ സൈഡിലാണെന്ന് തോന്നുന്നു. ദിയയുടെ സൈഡിൽ നിന്ന് ഒരു വലിയ ലോസ് സംഭവിച്ചിട്ടുണ്ട്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കി അവരുടെ അധ്വാനത്തിൽ നടത്തുന്ന അവരുടെ ബിസിനസ്സാണ്. അത് ഒരിക്കലും തകർക്കാൻ പാടില്ല. ഏതെങ്കിലും സ്ഥാപനത്തിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നവർ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊയിലാളിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പണി. മൊയിലാളിയായിട്ട് സെറ്റാകുന്നില്ലേ കളഞ്ഞിട്ട് വേറെ പണിക്ക് പോവുക. അല്ലാതെ അവരെ ഉണ്ടാക്കിയിട്ടല്ല ജീവിക്കേണ്ടത് മനസ്സിലാകുക. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവർ പറഞ്ഞതിൽ ഒരു 90% കള്ളം തന്നെയാണ്. ഈ ജാതിപരമായ അധിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെയുള്ള നടപടികൾ എടുക്കണം. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടിയെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. സ്വാഭാവികമായിട്ടും ഇദ്ദേഹം BJP ആയതുകൊണ്ട് അതൊരു പൊളിറ്റിക്കൽ കാർഡ് യൂസ് ചെയ്തായിരിക്കാം.
പിന്നെ ഇവർ പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ സ്റ്റാഫുകൾ പറയുന്നത് 8 ലക്ഷം രൂപ ചുമ്മാ എടുത്ത് കൊടുത്ത് ഞങ്ങൾ എവിടെയാണെന്ന് അറിയത്തില്ല രക്ഷപ്പെടാൻ കൊടുത്ത് കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയി. കിഡ്നാപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരെ വിളിച്ചുകൊണ്ട് കാറിൽ കയറ്റി 3 കൊണ്ടുപോയി. അത് ഒരു പക്ഷേ ഇവരുടെ മൊഴികൾ ഇവരിന്ന് പ്ലാൻ ചെയ്യാതിരിക്കാനായിരിക്കണം. ഓൾറെഡി ഈ കൃഷ്ണകുമാറിന്റെ ഓഫീസിൽ വെച്ചിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊന്നും അറിയാത്തവരെ നിന്നു. പുറത്തിറങ്ങി വക്കീലിനെ കണ്ട് സെറ്റ് ആയപ്പോഴത്തേനും ഏത് പൈസ അയക്കും, എന്തൊരു പൈസ ഇത് ദിയ പറഞ്ഞ് ഈ അടുക്കള വെച്ച് കൊടുത്തു, സ്വിഗ്ഗിക്കാരൻ്റെ വെച്ച് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ദിയയ്ക്ക് പൈസ കിട്ടാനായിട്ട് കൊടുത്തു എന്ന്. അതൊന്നും എങ്ങനെ ക്യാമറ ഇല്ലാത്തടത്ത് പാക്ക് ചെയ്യുന്നൊക്കെ പറയും. അതൊക്കെ എങ്ങനെ തെളിയിക്കുമെന്ന് അറിയത്തില്ല. ഏതായാലും പോലീസ് കൃത്യമായി തെളിയിക്കട്ടെ. ആര് തെറ്റ് ചെയ്താലും അവർ കുടുങ്ങട്ടെ. ഇത്രയും കേട്ടപ്പോൾ ഇതിൽ ആരുടെ പക്ഷത്താണ് ന്യായമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറ്റു വീഡിയോ ആയിട്ടാണ്.